കോട്ടയം ജില്ലയുടെ വിവിധ മേഖലകളിലാണ് മഴ ശക്തമായി പെയ്യുന്നത്. ഇന്നലെ രാത്രിയിലും കനത്ത മഴ പെയ്തിരുന്നു. ഇടുക്കി ജില്ലയിലെ മൂന്നാർ, പൂപ്പാറ, രാജാക്കാട് എന്നിവിടങ്ങളിലൊക്കെ പെരുമഴയാണ്. വിശദാംശങ്ങളുമായി കോട്ടയത്ത് നിന്ന് ടോബി ജോൺസണും കട്ടപ്പനയിൽ നിന്ന് രാഹുൽ വിജയനുമാണ് ചേരുന്നത്. ആദ്യം നമുക്ക് ടോബി ജോൺസണിലേക്ക് പോകാം. ടോബി, ഗുഡ് മോർണിംഗ്. രാവിലെ മുതൽ നമ്മുടെ പ്രേക്ഷകർ പറയുന്നുണ്ടായിരുന്നു കോട്ടയത്ത് പെരുമഴയാണ്, മാത്രവുമല്ല ഇടിയുണ്ടായിരുന്നു എന്നും ചിലർ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. കോട്ടയത്ത് എന്തൊക്കെ മുന്നറിയിപ്പുകളാണ്? ഇപ്പോഴത്തെ കോട്ടയത്തെ അവസ്ഥ എന്താണ്? ഗുഡ് മോർണിംഗ് ഹാഷ്മി ക്രിസ്റ്റീന. എന്തായാലും കോട്ടയത്ത് ഒരു ഇടവേളയ്ക്ക് ശേഷം, ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും ശക്തമായിട്ടുള്ള മഴ പെയ്യുന്നു എന്ന് തന്നെയാണ് നമുക്കിപ്പോൾ പറയാൻ ഉള്ളത്. ഇന്നലെ രാത്രിയിലും അതിശക്തമായിട്ടുള്ള മഴ വിവിധ മേഖലകളിൽ നമുക്ക് നോക്കുകയാണെങ്കിൽ കിഴക്കൻ മേഖലയിലും അതുപോലെ തന്നെ പടിഞ്ഞാറൻ മേഖലയിലും എല്ലാം ശക്തമായിട്ടുള്ള മഴ പെയ്തിട്ടുണ്ട്. കോഴയിലൊക്കെ അതിശക്തമായിട്ടുള്ള മഴ പെയ്തു എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഇന്ന് രാവിലെയും സമാനമായ രീതിയിൽ അതിശക്തമായ ഇടവിട്ട മഴ ലഭിക്കുന്നുണ്ട് എന്നാണ് പല മേഖലകളിൽ നിന്നും നമുക്ക് ലഭിക്കുന്ന റിപ്പോർട്ടുകൾ. പ്രത്യേകിച്ചും പാലാ മേഖലയിലും അതുപോലെ തന്നെ മണിമല പോലെയുള്ള പ്രദേശങ്ങളിലെല്ലാം തന്നെ മഴ പെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ കോട്ടയം നഗരത്തിലും ശക്തമായിട്ടുള്ള മഴ പെയ്യുന്നുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ഇതോടൊപ്പം തന്നെ ഇടിമിന്നലും ശക്തമായിട്ടുണ്ട് എന്നാണ് പല സ്ഥലങ്ങളിൽ നിന്നും ആളുകൾ വിളിച്ചു പറയുന്നതും അതുപോലെ തന്നെ നമ്മുടെ പ്രാദേശിക രേഖകളടക്കം പറയുന്നത്. എന്തായാലും ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട് ജില്ലാ ഭരണകൂടം. കഴിഞ്ഞ ദിവസം ഒരു മീറ്റിംഗ് കൂടിയിരുന്നു. കർശനമായിട്ടുള്ള ജാഗ്രതാ നിർദ്ദേശങ്ങൾ പാലിച്ചു മുന്നോട്ട് പോകണം. ഇത്തരത്തിലുള്ള സാഹചര്യങ്ങളിൽ കഴിഞ്ഞ ദിവസം കൂട്ടിക്കലിൽ ഒരു ഉരുൾപൊട്ടൽ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ അതിശക്തമായിട്ടുള്ള മഴ ഒരു ചെറിയ പ്രദേശത്ത് ഉണ്ടാകുന്നത് വലിയ ജാഗ്രത പുലർത്തണമെന്നുള്ളൊരു നിർദ്ദേശമടക്കം പോയിട്ടുണ്ട്. കിഴക്കൻ മേഖലയിൽ അതുകൊണ്ട് തന്നെ കർശന ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. നിലവിൽ ഒരു അവധി പ്രഖ്യാപിക്കേണ്ട സാഹചര്യത്തിലേക്കൊന്നും കാര്യങ്ങൾ പോയിട്ടില്ല. എന്നാൽ അതിശക്തമായിട്ടുള്ള മഴയും പെയ്യുന്നുണ്ട്. വിവിധ താലൂക്കുകളിൽ നിന്നും ലഭിക്കുന്ന റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ മാത്രമേ ജില്ലാ കളക്ടർ അവധി പ്രഖ്യാപിക്കുന്ന അടക്കമുള്ള കാര്യങ്ങളിലേക്ക് പോവുകയുള്ളൂ. അത്തരത്തിലൊരു മഴയിലേക്ക് കാര്യങ്ങൾ നിലവിൽ കോട്ടയം ജില്ലയിൽ പോയിട്ടില്ല എന്ന് തന്നെയാണ് നമുക്ക് പറയാൻ സാധിക്കുന്നത്. എന്തായാലും മഴ തുടരുകയാണ്. അല്പം ഒരു ആശ്വാസമുള്ളത് കഴിഞ്ഞ തവണ മഴ പെയ്തപ്പോൾ ഉണ്ടായതുപോലെ ശക്തമായിട്ടുള്ള കാറ്റ് വീശൽ ഇത്തവണയില്ല. കഴിഞ്ഞ തവണ കാറ്റ് വീശിയതിനെ തുടർന്ന് വലിയ തോതിലുള്ള നാശനഷ്ടങ്ങൾ കോട്ടയം ജില്ലയുടെ വിവിധ മേഖലകളിൽ ഉണ്ടായിരുന്നു. എന്നാൽ ഇത്തവണ അങ്ങനെ ശക്തമായിട്ടുള്ള ഒരു കാറ്റ് വീശുന്ന ഒരു അവസ്ഥ ഇപ്പോൾ ഇല്ല എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. എന്തായാലും മഴ തുടരുകയാണ് കോട്ടയം ജില്ലയിൽ. ഹാഷ്മി ക്രിസ്റ്റീന. ഓക്കെ, അപ്പോൾ കോട്ടയത്താണ് രാവിലെ മുതൽ. എനിക്കൊന്ന് എറണാകുളത്തോടൊപ്പം തന്നെ കനത്ത മഴ പെയ്യുന്ന കോട്ടയത്താണ്. കട്ടപ്പനയിൽ നിന്ന് രാഹുൽ വിജയൻ കൂടി ചേരുന്നു. രാഹുൽ, എന്താണ് കട്ടപ്പനയിലെ അവസ്ഥ, മലയോര മേഖലയിലെ അവസ്ഥ? ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് ഹാഷ്മി. എന്തായാലും മലയോര മേഖലയിൽ ഇടുക്കിയിൽ പൊതുവെ മഴ പെയ്യുന്നുണ്ട്. നിലവിൽ ഇപ്പോൾ കട്ടപ്പനയിൽ നേരിയ തോതിൽ ഒരു ചാറ്റൽ മഴ എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ പുലർച്ചെ അങ്ങനെയല്ലായിരുന്നു, ശക്തമായ മഴ പെയ്യുന്നുണ്ടായിരുന്നു. ഏറ്റവും കൂടുതൽ മഴ പെയ്യുന്നത് ഇപ്പോൾ മൂന്നാർ, രാജാക്കാട്, പൂപ്പാറ ഈ മേഖലകളിലാണ്. ഇവിടെ മഴ പെയ്യുമ്പോൾ തന്നെ വലിയൊരു ആശങ്ക ഉണ്ടാകുന്ന ഒരു പ്രദേശങ്ങൾ കൂടിയാണ്. കാരണം മൂന്നാറിൽ നിരവധി കുടുംബങ്ങളെ ഇതിനോടകം തന്നെ കഴിഞ്ഞ മഴ പെയ്തപ്പോൾ തന്നെ മാറ്റി പാർപ്പിച്ചിട്ടുണ്ട്. കാരണം മണ്ണിടിച്ചിൽ, ഉരുൾപൊട്ടൽ സാധ്യതാ മേഖലയുള്ള പ്രദേശങ്ങളിലെ ആളുകളെയാണ് മാറ്റി പാർപ്പിച്ചിരിക്കുന്നത്. എന്തായാലും അത്ര കണ്ട് ആശങ്കയിലേക്ക് പോകേണ്ട മഴ നിലവിൽ പെയ്തിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പക്ഷേ ജാഗ്രത പാലിക്കണമെന്നുള്ള നിർദ്ദേശം ജില്ലാ ഭരണകൂടത്തിന്റെ ഭാഗത്തു നിന്നുമുണ്ട്. മാത്രമല്ല സ്കൂളുകൾക്കൊന്നും അവധിയൊന്നും പ്രഖ്യാപിച്ചിട്ടില്ല. പുഴകളിലോ മറ്റും ജലനിരപ്പ് കാര്യമായി ഉയർന്നിട്ടുമില്ല. അത്തരത്തിലുള്ള ആശങ്കകളൊന്നുമില്ല എന്നുള്ളതാണ് ജില്ലാ ഭരണകൂടം അറിയിക്കുകയും ചെയ്തിരിക്കുന്നത്. മഴയുടെ ഒരു ശക്തി കൂടിക്കൂടി വരുന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള ക്രമീകരണങ്ങൾ ഒരുക്കുമെന്നും ജില്ലാ ഭരണകൂടം വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. ശരി, രാഹുൽ വിജയനാണ് കട്ടപ്പനയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്. ഏറ്റവും അധികം മഴ പെയ്ത രണ്ട് പ്രദേശങ്ങൾ ഒന്ന് കോട്ടയം, മറ്റ് തൊടുപുഴ, കട്ടപ്പന മേഖലകളാണ്. ഒരു പ്രേക്ഷകൻ ചോദിക്കുന്നു, അഞ്ചുമാത്തി ഹാഷ്മി ആൻഡ് കൃഷ്ണ ഇനി സിനിമയിൽ കാണാവും. അങ്ങനൊന്നും ഇല്ലാന്നേ, അത് വാർത്ത വായിക്കുന്ന പോലുള്ള സാധനം മാത്രമേ ഉള്ളൂ. നമ്മൾ നമ്മുടെ ജോലി എവിടെയും ചെയ്തു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. പിന്നെ സിനിമ, പക്ഷെ അതിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞ ഒരു ചെറിയ ബജറ്റിലെ ഒരു സംവിധായകൻ സ്വന്തം ആഗ്രഹം കൊണ്ട് ചെയ്യുന്ന ഒരു സിനിമയാണ്.